കിട്ടുന്നൊരു പണിയാണ് ടൈലേറെ വക. സ്പ്രേസർ വരെ അതിനകത്തുണ്ട്, ഫുള്ള് സിമെൻറ്റും ട്രാപ്പിൽ. അതാണ് കുറച്ച് താഴ്ചയിലാണ് ട്രാപ്പ്. എന്ത് ചെയ്യാനാ? ഇപ്പോൾ പ്രിയപ്പെട്ട ടൈലേറെ നിങ്ങൾക്ക് പറയാൻ എന്താ പറയുക, നമ്മളങ്ങനെ ചെയ്യരുത്. നമുക്ക് നല്ലൊരു പണിയാണ് കിട്ടുന്നത്. ഒരുപാട് കഷ്ടപ്പെടാം. ആമൃത്ത് അടിക്കാനോ കാര്യങ്ങളോ പറ്റില്ല. ട്രാപ്പ് പൊട്ടിപ്പോയി ലീക്കാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. അതിനുള്ളിൽ കുറച്ച് തുണി വെച്ച് ആ സമയം തന്നെ തുടച്ചെടുക്കാൻ നോക്കുക, ഗ്രൗട്ട് എല്ലാം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടി ഒരു വീഡിയോ ആണ്, ബാക്കിയുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഇപ്പോൾ നമ്മളെ വീഡിയോ അടുത്ത് ഞങ്ങൾ എല്ലാ പോയിൻറ്റുകളും ഇതേപോലെ ഗമ്മിട്ടടക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഈ വരുന്ന ത്രെഡിൽ നമ്മൾ ഷോ പ്ലാഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ലീക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിലെങ്ങാനും ത്രെഡിലൂടെ മൈന്യൂട്ടായിട്ട് ഉറ്റി വീഴുന്ന വെള്ളം ഈ ടൈലിൻ്റെ ഗ്യാപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാലം പോകുമ്പോഴാണ് അപ്പുറത്തെ ചുമരുമ്മേ ഈ പെയിൻ്റൊക്കെ പൊളിഞ്ഞ് വരുന്ന പ്രശ്നം വരിക. അപ്പോൾ ഇതാകുമ്പോൾ വെള്ളം ലീക്ക് ഉണ്ടെങ്കിൽ ഇതിലെ ഒലിച്ചിങ്ങനെ ടൈമും കൂടെ ഒലിച്ച് വരുന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടി ചെയ്യേണ്ട എല്ലാത്തിനും ഉണ്ടാവും. ഇതിനൊക്കെ ഉണ്ട്. ഈ ഡൈവേർട്ടറിലാരും ഇങ്ങനെ ചെയ്യില്ല. ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടക്കട്ടെ, വലിച്ചാൽ കാണാം. ഇതുണ്ടോ? അപ്പോൾ ഇതിനകത്തേക്ക് പോകില്ല, ഒലിച്ച് ഇവിടെ സൈഡിൽ കൂടെ വരും. ഡൈവേർട്ടർ ആരും അങ്ങനെ ചെയ്യുന്നത് കാണില്ല. കാരണം വെള്ളം സീലിംഗിൽ നിന്നാണ് വരിക. അവിടെ ബാത്റൂം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. വയർ പോയിൻ്റ് വരെ അങ്ങനെ അടച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇവിടുന്ന് സീലിംഗിൽ നിന്നാണ് ഷവർ, ആ പോയിൻ്റാണ് ഷവർ. അപ്പോൾ ഒരു സെറ്റപ്പാക്കി അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ടൈലർ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ വാതിലിൻ്റെ ഈ കോണുണ്ടോ, നിങ്ങൾ അപ്പോച്ച് ഇടുമ്പോൾ ഇവിടെ അടിഭാഗം എപ്പോഴും നല്ല സെറ്റപ്പിൽ ചെയ്യണം. ഈ കോണിലൊന്നും കുറവുണ്ടോ, ഈ ഉള്ള കോട്ടയാണ്. മേലെ ഭാഗം നന്നായിട്ടിട്ടുണ്ട്, പക്ഷെ മേലെ ഭാഗം എല്ലാം മെയിനായിട്ട് വേണ്ടത് താഴെ ഭാഗം നിർബന്ധമായിട്ട് ഉണ്ടോ ഇതിനുള്ള ഹോളാണ്. അതേപോലെ അവിടെയുണ്ട്. അപ്പോൾ അപ്പോച്ച് ഇടേണ്ട സ്ഥലങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. എന്താ ഈ ഗ്രാനൈറ്റിൻ്റെ തൊട്ടടി ഭാഗം സിമെൻ്റ് ആണല്ലോ, ഇത്രയും ഭാഗം അങ്ങനെ മൊത്തം അപ്പോച്ചിട്ട് വലിച്ചു പോകണം. അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിന് എന്തെങ്കിലും ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിലേക്ക് ഭയങ്കര പ്രശ്നം വരും. ഇവിടുത്തെ ലീക്ക് അത് ആ ചുമരുമ്മ എത്താനും സാധ്യത ഉണ്ട് കേട്ടോ. വെള്ളം വലിച്ചെടുക്കും. സിമെൻറ്റിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ടൈൽ സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗമ്മിട്ട് വെക്കൽ റിസ്ക്കാണ്. അതേപോലെ തന്നെ ചില ടൈലിൻ്റെ ആളുകൾ ഈ കോർണർ സ്പേസർ ഇടില്ല. കണ്ടോ? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരിട്ടാണ്. എല്ലാ കോർണറും ഫ്ലോർ ആയിക്കൂടെ കുറച്ച് ഗ്യാപ്പ് കൂടിയാലും കോർണർ സ്പേസർ നിർബന്ധമായിട്ട് ഇടുക. സാധാരണ കോർണർ എല്ലാ സൈറ്റിലും കാണാറുണ്ട്, കോർണർ ഇങ്ങനെ മുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇങ്ങനെ കുറച്ചെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് ആ കോഴ്സ് ഇടാനേ പറ്റുള്ളൂ. എന്നാൽ ഒരുവിധം ലീക്കൊക്കെ നിന്ന് പോകും. പെട്ടെന്നില്ല ലീക്ക് വരില്ല. എന്നുണ്ടോ? ഇവിടെ കുറച്ച് അടുത്തുള്ള നമ്മുടെ ഗ്യാപ്പുണ്ട്. മിനിമം ഈ ഗ്യാപ്പെങ്കിലും വേണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ.